ക്രിസ്തുവിനെ വ്യക്തമായി അറിയാതെ നാം അവനെക്കുറിച്ച് സാക്ഷിക്കുന്നത് അസ്ഥാനത്താണ്. അവിടുന്ന് ആരാകുന്നു എന്നറിഞ്ഞാൽ മാത്രം പോരാ, അവനെക്കുറിച്ച് വാചാലമായി സംസാരിക്കുവാൻ തക്കവണ്ണം ശരിയായ അറിവും അവനോടുള്ള സ്നേഹവും നമുക്കുണ്ടായിരിക്കണം. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം ക്രിസ്തുവാകുന്നുവെന്ന് ഉത്തമഗീത പുസ്തകത്തിൻ്റെ പഠനത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ക്രിസ്തുവിനെ അടുത്തറിയുവാൻ, ദൈവവചനത്തിൽ അവനെ അന്വേഷിക്കുവാൻ സമയം കണ്ടെത്തേണ്ടത് ആവശ്യമാകുന്നു. ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ കണ്ടെത്തുമെന്ന് മാത്രമല്ല, തന്നോട് കൂടെയുള്ള കൂട്ടായ്മ അനുഭവിക്കുവാനും അങ്ങനെയുള്ളവർക്ക് സാധിക്കും. യേശുക്രിസ്തു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ കാട്ടത്തിമേൽ കയറിയ മനുഷ്യനോട് ക്രിസ്തു പറഞ്ഞത്, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നാകുന്നു. ഉത്തമഗീതം 5-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാലോ. ഉത്തമഗീതം 5-ാം അധ്യായത്തിൽ പ്രിയനെക്കുറിച്ച് പ്രിയ വർണ്ണിക്കുന്നതാകുന്നു നാം കാണുന്നത്. പ്രിയയെ അന്വേഷിച്ചു വന്ന പ്രിയനെ വാതിൽ തുറന്ന് അകത്തേക്ക് സ്വീകരിക്കുവാൻ കഴിയാഞ്ഞതിനാൽ, തൻ്റെ ചെറിയ ചെറിയ ഉപാധികൾ പറഞ്ഞ് താൻ ഒഴിഞ്ഞു മാറിയതിനാൽ കാന്തയ്ക്ക് പ്രിയനുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു, സംസർഗം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ അവൾ കരയുകയാണ്. പ്രിയനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ് അവൾ. അന്വേഷിച്ച് ചെന്ന അവൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ച് നാം കണ്ടു. പട്ടണത്തിലെ കാവൽക്കാർ അവളെ അടിച്ചു മുറിവേൽപ്പിച്ചു. തുടർന്ന് യെരുശലേം പുത്രിമാരുമായിട്ടുള്ള സംവാദം നാം കാണുന്നു. യെരുശലേം പുത്രിമാർ അവളോട് ചോദിക്കുന്നു, നിൻ്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ എന്ന്. നീ ഇത്രയധികം കഷ്ടം സഹിച്ച് അവനെ തേടി ഇറങ്ങിയിരിക്കുന്നതിന് കാരണമെന്ത്? നീ ഇത്രയധികം ഞങ്ങളോട് അവനെക്കുറിച്ച് വർണ്ണിക്കുന്നതിന് കാരണമെന്ത്? അപ്പോൾ പ്രിയൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് കാന്ത പറയുന്നതാകുന്നു നാം 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതൽ കാണുന്നത്. മണവാട്ടിയാണ് ഇവിടെ ഉത്തരം പറയുവാൻ പോകുന്നത്. ഈ യെരുശലേം പുത്രിമാരുടെ സംശയത്തിന് അവൾ മറുപടി പറയുവാൻ തുടങ്ങുകയാണ്. അവൾ അവനെക്കുറിച്ച് വളരെയധികം വാചാലയാകുന്നതായി നാം കാണുന്നു. 5-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവൻ്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവൻ്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെപ്പോലെ കറുത്തും ഇരിക്കുന്നു. അവൻ്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. അവൻ്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വാരവും അവൻ്റെ അധരം താമരപ്പൂവും പോലെ ഇരിക്കുന്നു. അത് മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ, അവൻ്റെ ഉദരം നീലരത്നം പതിച്ച ദന്തനിർമ്മിതം. അവൻ്റെ തുട തങ്കച്ചുവട്ടിൽ നിർത്തിയ വെൺകൽത്തൂൺ. അവൻ്റെ രൂപം ലെബാനോനിലെ ദേവദാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു. അവൻ്റെ വായ് ഏറ്റവും മധുരമുള്ളത്. അവൻ സർവാംഗ സുന്ദരൻ തന്നെ. യെരുശലേം പുത്രിമാരെ, ഇവനത്രേ എൻ്റെ പ്രിയൻ, ഇവനത്രേ എൻ്റെ സ്നേഹിതൻ. ഇവിടെ വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. അവൾ അവനെക്കുറിച്ച് നന്നായി വിവരിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവൾ അവനെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അവൾ അവനെ നല്ലവണ്ണം അടുത്തറിഞ്ഞു, ആഴമായി അറിഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, നാം ഇന്ന് ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിനോ അവനെ സാക്ഷിക്കുന്നതിനോ അവനെതിരായി സംസാരിക്കുന്നവരോട് വാദിക്കുന്നതിനൊക്കെ പോകുന്നതിന് മുമ്പായി നാം അവനെ നല്ലവണ്ണം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിനെ വ്യക്തമായി
വ്യക്തിപരമായി അറിയാതെ നാം അവനെക്കുറിച്ച് സാക്ഷിക്കുന്നത് അബദ്ധമാണ്. അവിടുന്ന് ആരാകുന്നു എന്നറിഞ്ഞാൽ മാത്രം പോരാ, അവനെക്കുറിച്ച് ഭംഗിയായി സംസാരിക്കുവാൻ തക്കവണ്ണം ശരിയായ അറിവ് നമുക്കുണ്ടായിരിക്കണം. ഭാഷയിലുള്ള പ്രാവീണ്യത്തെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്, മറിച്ച് അവൻ്റെ ആളത്വത്തെക്കുറിച്ചുള്ള ഉത്തേജനവും താല്പര്യവും സ്നേഹവും തീഷ്ണതയും ഇതെല്ലാം നമുക്കുണ്ടായിരിക്കണം എന്നാണ് അർത്ഥം. മതഭ്രാന്തല്ല. ചിലർക്ക് മതഭ്രാന്തിളകിയതുപോലെയാണ് സംസാരിക്കുന്നത്. ഞാനും നിങ്ങളും അവനെ അറിഞ്ഞാൽ മാത്രം പോരാ, നാം അവനെ സ്നേഹിക്കുകയും വേണം. അതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന ആഹ്വാനം. മണവാട്ടി അവനെ അറിഞ്ഞിരിക്കുന്നു. അവൾ അവനെ അറിയുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ആഴമായി സ്നേഹിക്കുന്നു. അവൻ 10,000-ങ്ങളിൽ ശ്രേഷ്ഠനാകുന്നു എന്നവൾ പറയുന്നു. അവൻ പ്രമുഖനാണ്, പ്രഭാവവാനാണ്. അവനെക്കുറിച്ച് വർണ്ണിച്ചാൽ വാക്കുകൾ പോരാ. അനേകം ആളുകൾ ക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കാരണം അവൻ്റെ മനുഷ്യത്വത്തിൽ പോലും അവൻ വളരെ സുന്ദരനായിരുന്നു. അവൻ എല്ലാ പരിമിതികളോടും കൂടി ഈ ഭൂമിയിൽ വന്നു എന്ന് ചിന്തിക്കുന്ന ആ മനുഷ്യത്വത്തിൽ അവൻ സകലവും തികഞ്ഞവനായി. ഡോക്ടർ C.I. സ്കോഫീൽഡ് എന്ന വ്യക്തി യേശുവിൻ്റെ മനോഹരത്വം എന്ന തലക്കെട്ടിൽ എഴുതിയിരിക്കുന്ന ലേഖനത്തിലെ ചില കാര്യങ്ങൾ ഞാൻ തുടർന്ന് ഉദ്ധരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നവർക്ക് സ്കോഫീൽഡ് ബൈബിൾ വളരെ പരിചിതമാണല്ലോ. ഈ സ്കോഫീൽഡ് ആകുന്നു ആ റെഫറൻസ് ബൈബിൾ എഴുതിയത്. റെഫറൻസ് ബൈബിൾ എഴുതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായല്ലോ. അതൊരു പഠനത്തിന് ഉതകുന്ന നല്ല ഒരു ബൈബിൾ ആകുന്നു. അദ്ദേഹം എഴുതിയതായിട്ടുള്ള യേശുവിൻ്റെ മനോഹരത്വം എന്ന ലേഖനത്തിലെ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രദ്ധിച്ചാട്ടെ. അദ്ദേഹം പറയുകയാണ്, യേശു സർവാംഗ സുന്ദരനാണ്. ഒന്നാമതായി അവൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിലാണ് ക്രിസ്തുവിൻ്റെ സൗന്ദര്യം കാണുന്നത്. നമ്മുടെ പാപസ്വഭാവവും നമ്മുടെ പാപവും ഒഴിച്ചാൽ മറ്റെല്ലാറ്റിലും അവൻ നമ്മെപ്പോലെ ആയിരുന്നു. അവൻ കൃപയിലും വളർച്ചയിലും മുതിർന്നു വന്നു. പാപമൊഴികെ മറ്റെല്ലാറ്റിലും അവൻ നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു. അവൻ അധ്വാനിച്ചു, അവൻ കരഞ്ഞു, അവൻ പ്രാർത്ഥിച്ചു, അവൻ സ്നേഹിച്ചു. അപ്പോസ്തലനായ തോമസിനോട് ചേർന്ന് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് നാം അവനെ ഏറ്റുപറയുന്നു. നാം അവനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നാം അവനെ ബഹുമാനിക്കുന്നു. എന്നാൽ അവൻ നമ്മുടെ പ്രിയ സ്നേഹിതനാണ്. അവനെപ്പോലെ നമ്മോട് കൂട്ടായ്മ ബന്ധം സ്ഥാപിക്കുന്ന മറ്റ് ആരും തന്നെയില്ല. നമ്മുടെ ഈ മനുഷ്യഹൃദയങ്ങളോട് അവൻ ഏറ്റവും അടുത്തു വരുന്നു. മറ്റു പലതിനെയും ഭയപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ പല ദേവന്മാരെയും ഭയപ്പെടുന്നത് പോലെ, രാക്ഷസനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ അവനെ നമുക്ക് ഭയമില്ല. അവൻ ഇവിടെ ജനിച്ചു വളർത്തപ്പെട്ടവനെ പോലെ തികച്ചും സാധാരണവും ലളിതവുമായ രീതിയിൽ അവൻ ഈ നൂറ്റാണ്ടിൽ കടന്നു വന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പ്രവേശിച്ചതുപോലെ നമുക്ക് തോന്നും. അവൻ പഴയ കാലത്തെ ആളല്ല. അവൻ എത്രമാത്രം പൂർണ്ണതയും യാഥാർത്ഥ്യവുമുള്ള മനുഷ്യനായിരുന്നു. മാർത്ത, ബഥാനിയിലെ മാർത്ത അവനെ കുറ്റം പറഞ്ഞു. മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് കാണുകയും കാറ്റിനെ ശാന്തമാക്കുന്നതും പർവ്വതത്തിൽ മോശയോടും ഏലിയാവോടും കൂടെ സംസാരിക്കുന്നതുമൊക്കെ കണ്ടതായ യോഹന്നാൻ അത്താഴ സമയം അവൻ്റെ മാറോട് ചാരുവാൻ മടി കാണിച്ചില്ല. തൻ്റെ കാൽ കഴുകുവാൻ പത്രോസ് കർത്താവിനെ അനുവദിക്കുന്നില്ല. എന്നാൽ പിന്നീട് തൻ്റെ തലയും കൈകളും കൂടെ കഴുകണമെന്ന് കൂട്ടുകാരനോട് പറയുന്നത് പോലെ യേശുവിനോട് പറഞ്ഞത് നാം വായിക്കുന്നു. അവർ അവനോട് ബുദ്ധിഹീനമായ ചോദ്യങ്ങൾ ചോദിക്കുകയും അവനെ ശകാരിക്കുകയും ചെയ്തു. അതേസമയം തന്നെ അവർ അവനെ പുകഴ്ത്തുകയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അവൻ അവരെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചിരുന്നു. ഭയപ്പെടേണ്ട എന്ന് അവൻ അവരോട് പറയുമായിരുന്നു. അവൻ്റെ സ്നേഹം അവൻ അവർക്ക് വാഗ്ദാനം ചെയ്തു. ഇതിലൊക്കെയും അവൻ എനിക്ക് സകല വിധത്തിലും സുന്ദരനായി തോന്നുന്നു. അവൻ സർവാംഗ സുന്ദരനാണ്. എന്നാൽ ചോദ്യം ഇതാണ്, പ്രിയ സുഹൃത്തെ, അവൻ താങ്കൾക്ക് സർവാംഗ സുന്ദരനായി അനുഭവപ്പെടുന്നുണ്ടോ? മണവാട്ടിക്ക് മണവാളനോടുണ്ടായിരുന്ന ആവേശവും താല്പര്യവും പോലെ താങ്കൾക്കും അവനെക്കുറിച്ച് പറയുവാൻ കഴിയുമോ? ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷിക്കണമെങ്കിൽ നാം ക്രിസ്തുവിനെ അടുത്തറിയേണ്ടത് ആവശ്യമാണ്. നാം അവനെ സ്നേഹിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യണം. അവിടുന്ന് സർവാംഗ സുന്ദരനാണെന്ന് ഞാൻ പറഞ്ഞില്ല. 10,000 പേരിൽ അതിശ്രേഷ്ഠനാണ്.
നാം അവനെ വേണ്ട വിധത്തിൽ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും അവന് നന്ദി കരയറ്റുകയും ചെയ്യുന്നുണ്ടോ? ഏത് വിധത്തിൽ നോക്കിയാലും അവൻ മനോഹരനാണ്. ഡോക്ടർ സ്കോഫീൽഡ് തൻ്റെ ലേഖനത്തിൽ തുടർന്ന് ഇപ്രകാരം പറഞ്ഞു: യേശുവിൻ്റെ വിശുദ്ധി ഊഷ്മളവും മാനുഷികവുമായിരുന്നു. അത് ആകർഷണീയവും പ്രോത്സാഹിപ്പിക്കുന്നതുമാണ്. അതിൽ അപ്രാപ്യമായോ അമാനുഷികമായോ യാതൊന്നും നാം കാണുന്നില്ല. അവൻ്റെ വിശുദ്ധിയുടെ മനോഹരത്വം റോസാപ്പൂവിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. യേശു പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. എല്ലാവിധ പാപികളോടും കൂടെ അവൻ ഇടകലർന്നതായി നാം കാണുന്നു. എന്നാൽ അവൻ പാപമില്ലാത്തവനായിരുന്നു. പാപം അവനെ സ്പർശിച്ചില്ല. ധാർമ്മികനും മതഭക്തനുമായിരുന്ന നീക്കോദിമോസ്, 7 ഭൂതങ്ങൾ പുറപ്പെട്ടു പോയ മഗ്ദലക്കാരത്തി മറിയ, ഇവരെ എല്ലാം അവൻ സ്വീകരിച്ചു. മലീമസമായിരിക്കുന്ന ഒരു കുളത്തിലേക്ക് തെളിഞ്ഞ അരുവി ഒഴുകിച്ചെല്ലുന്നത് പോലെ യേശു ഈ പാപികളുടെ എല്ലാം ജീവിതങ്ങളിൽ പ്രകാശമായി കടന്നു ചെന്നു. അരുവി അശുദ്ധമാക്കപ്പെട്ടു എന്ന ഭയം അതിനില്ല. എന്നാൽ അതിൻ്റെ ശക്തമായ ഒഴുക്ക് കുളത്തെ ശുദ്ധീകരിക്കും എന്ന് ഉറപ്പുണ്ട്. അഴുക്കിനെ ഒഴുക്കിക്കളയും. കർത്താവിൻ്റെ അനുകമ്പ ഏറ്റവും മനോഹരമാണ്. എല്ലായ്പ്പോഴും അവൻ മനസ്സലിവുള്ളവനായിരുന്നു. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ വലയുന്ന പുരുഷാരം, നയനിലെ ദുഃഖിതയായ വിധവ സ്ത്രീ, കുഞ്ഞ് നഷ്ടപ്പെട്ടതായ പള്ളിപ്രമാണിയുടെ വീട്, ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ, വിശന്നു പൊരിഞ്ഞ 5000, എല്ലാവിധമായ കഷ്ടപ്പാടുകളും യേശുവിനെ മനസ്സലിവുള്ളവനാക്കി. തങ്ങളുടെ സ്വയനീതിയുടെ കീഴിൽ കഷ്ടപ്പെട്ടിരുന്ന പാവപ്പെട്ട ആളുകളോട് അവനുണ്ടായിരുന്ന അനുകമ്പയുടെ ആധിക്യമാണ് പരീശന്മാരോടും ശാസ്ത്രിമാരോടും അവന് കോപമുണ്ടാകുവാൻ കാരണമായത്. അർഹരായ പാവങ്ങളെ അന്വേഷിച്ച് നടക്കുന്നതായി യേശുവിനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാണുവാൻ കഴിയുമോ? അവൻ അവരുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കി. അവൻ്റെ കരുണ എത്ര മനോഹരമാണ്! എന്തുകൊണ്ടാണ് അവൻ കുഷ്ഠരോഗിയെ തൊട്ടത്? ഒരു വാക്ക് കൽപ്പിച്ചാൽ കുഷ്ഠരോഗി സൗഖ്യമാകുമായിരുന്നില്ലേ? അതിനുള്ള കഴിവ് യേശുവിനുണ്ടായിരുന്നല്ലോ. എന്നാൽ വർഷങ്ങളായി ഈ കുഷ്ഠരോഗി പുറന്തള്ളപ്പെട്ടവനും പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നവനും മനുഷ്യ സ്നേഹം അറിയാത്തവനുമായിരുന്നു. ഒരു മനുഷ്യൻ പോലും വർഷങ്ങളായി അവനെ തൊട്ടിരുന്നില്ല. ഒരു മനുഷ്യനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ അവൻ മറന്നുപോയി. അവനെ സമീപിക്കുന്നത് തന്നെ അശുദ്ധമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ സ്പർശനം വീണ്ടും അവനെ ഒരു മനുഷ്യനാക്കി തീർത്തു. ഒരു വാക്കല്ല, അവൻ സ്പർശിച്ചു. ലണ്ടനിലെ അധാർമികരായ ആളുകളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വിശുദ്ധയായ സ്ത്രീ തൻ്റെ പ്രവർത്തനത്തിനിടയിൽ ഒരിക്കൽ ഒരു തെരുവ് പെൺകുട്ടിയെ, അവൾക്ക് തോന്നിയതുപോലെ ജീവിച്ച് ദീനം പിടിച്ച് അത്യാസന്ന നിലയിൽ ഒരു ഇരുട്ടുമുറിയിൽ കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തി. ഈ വിശുദ്ധയായ സ്ത്രീ അവളുടെ കൈകൊണ്ട് ഈ പെൺകുട്ടിയെ ശുശ്രൂഷിച്ചു. അവളുടെ കിടക്ക ഒക്കെ മാറ്റി വിരിച്ചു. അവൾക്ക് മരുന്ന് കൊടുത്തു. ആ മുറിയെല്ലാം അടിച്ചു വൃത്തിയാക്കി. ആഹാരം വാങ്ങി അവൾക്ക് കൊടുത്തു. തണുപ്പ് മാറ്റാൻ ആ മുറിയിൽ തീ കത്തിച്ചു. ആ വൃത്തികെട്ട മുറി കഴിവുള്ളിടത്തോളം ആകർഷണീയമാക്കുവാൻ ഈ സ്ത്രീ ശ്രമിച്ചു. താൻ പരമാവധി ചെയ്തതിന് ശേഷം ആ പെൺകുട്ടിയോട് ഇപ്രകാരം പറഞ്ഞു: മോളെ, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. എടുത്തടിച്ചതുപോലെ മറുപടി വേണ്ട എന്നായിരുന്നു. ആ പെൺകുട്ടി പറയുകയാണ്: നീ എന്നെ കരുതുകയല്ല, നീ സ്വർഗത്തിൽ പോകുവാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഏതോ കാര്യസാധ്യത്തിന് വേണ്ടി നീ ഇത് ചെയ്യുന്നു. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. ഈ വിശുദ്ധയായ സ്ത്രീ നിരാശപ്പെടാതെ ദയയോടും ഈ പാപിയായ പെൺകുട്ടിയോടുള്ള കരുതലോടും ഓരോന്നോരോന്ന് ആ പെൺകുട്ടിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നു. ആ പെൺകുട്ടി വിദ്വേഷത്തിലും വളരെയധികം പകയിലും മുൻപോട്ട് പോയി. അവളുടെ കഠിനമായ ഹൃദയം. അവസാനം ഒരിക്കൽ ആ സ്ത്രീ ഇപ്രകാരം പറഞ്ഞു: എൻ്റെ പ്രിയ കുഞ്ഞെ, നീ ഏകദേശം ഇപ്പോൾ സുഖമുള്ളവളായിരിക്കുന്നു. ഞാനിപ്പോൾ നിൻ്റെ അടുത്ത് നിന്ന് പോകുകയാണ്. ഇനിയും നിൻ്റെ അടുത്തേക്ക് ഉടനെ വരികയില്ല. എന്നാൽ ഇതെൻ്റെ അവസാനത്തെ സന്ദർശനമായതുകൊണ്ട് നിന്നെ ഒന്ന് ചുംബിക്കുവാൻ എന്നെ നീ അനുവദിക്കണം. പ്രാർത്ഥനയും പരിശുദ്ധമായ വാക്കുകളും മാത്രം അറിഞ്ഞിരുന്ന ഈ വിശുദ്ധയായ സ്ത്രീയുടെ അധരങ്ങൾ
ശാപവാക്കുകളും അശുദ്ധമായ വാക്കുകളും രോഗവും കൊണ്ട് നിറഞ്ഞിരുന്ന ആ പെൺകുട്ടിയുടെ മുഖത്ത് തൊട്ടുരുമി. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ആ പെൺകുട്ടിയുടെ കഠിന ഹൃദയം ഉരുകി. അതായിരുന്നു ക്രിസ്തുവിൻ്റെ മാർഗം. ഇന്നും അതത്ര ക്രിസ്തുവിൻ്റെ മാർഗം. ഡോക്ടർ സ്കോഫീൽഡിൻ്റെ ഈ ലേഖനം വായിക്കുമ്പോൾ എൻ്റെ ചിന്ത ഉത്തമഗീതത്തിൻ്റെ ആരംഭത്തിലേക്ക് തിരികെ പോകുന്നു. അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ, നിൻ്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു. ആ ഭാഗം നാം പഠിച്ചതാണ്. ഇന്ന് അവൻ തൻ്റെ സ്നേഹവും സംരക്ഷണവും കൃപയും കരുണയും എല്ലാം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നാം ആ കഠിനയായ പെൺകുട്ടിയുടെ ജീവിതത്തെ പോലെ, അവളുടെ ആ ഹൃദയത്തെ പോലെ നമ്മുടെ ഹൃദയം കഠിനപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവിടുത്തെ സൗമ്യത ഏറ്റവും മനോഹരമായിരുന്നു. അവൻ പുരുഷാരത്തിൽ ഒരുവനെ പോലെ ഈ ഭൂമിയിൽ ജന്മമെടുത്തു. എത്രമാത്രം സൗമ്യതയും താഴ്മയുമാണ് നാം യേശുവിൽ കാണുന്നത്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷക്കാരിൽ ഒരുവനെ പോലെ ഇരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. പറയുക മാത്രമല്ല, അവൻ അങ്ങനെ ആയിരുന്നു. അവൻ ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ തുടങ്ങി. അവനെ ദുഷിച്ചു പറഞ്ഞപ്പോൾ അവൻ ദൂഷണം ഒന്നും മറുത്തു പറഞ്ഞില്ല. രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതെയിരുന്നു. യേശു തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതായി താങ്കൾക്ക് ഊഹിക്കുവാൻ കഴിയുമോ? എന്നാൽ പാപികളോടുള്ള അവൻ്റെ ഇടപെടലിൽ ക്രിസ്തുവിൻ്റെ മനോഹരത്വം ഏറ്റവും നന്നായി തെളിഞ്ഞു എന്ന് നാം കാണുന്നു. അവിടുന്ന് എത്രമാത്രം സൗമ്യനായിരുന്നു, എത്രമാത്രം വിശ്വസ്തനായിരുന്നു. മറ്റുള്ളവരെക്കുറിച്ച് എത്രമാത്രം ചിന്തയും കരുതലും അവനുണ്ടായിരുന്നു. മറ്റുള്ളവരെ അവൻ ബഹുമാനിച്ചിരുന്നു. നിക്കോദിമോസ് തൻ്റെ സ്വയനീതിയുമായി യേശുവിൻ്റെ അടുത്ത് വന്നെങ്കിലും അവനോടുള്ള സംസാരത്തിൽ നീരസമായി യാതൊരു വാക്കും യേശുവിൽ നിന്ന് നാം കേൾക്കുന്നില്ല. നാം പലപ്പോഴും അങ്ങനെയുള്ളവരോട് തർക്കിക്കുവാൻ മുതിരാറുണ്ടല്ലേ? നിക്കോദിമോസിൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നതായ യാതൊന്നും യേശുവിൻ്റെ സംസാരത്തിൽ പ്രകടമായിരുന്നില്ല. ആരെങ്കിലും അവരെ കേൾക്കുന്നുണ്ടായിരുന്നോ എന്ന സംശയമാണ്. രാത്രിയിലാണല്ലോ നിക്കോദിമോസ് വന്നത്. ആരും കേട്ടില്ലെങ്കിൽ തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തെ ഒരു ചെറിയ കാര്യം കൊണ്ടുപോലും മുറിവേൽപ്പിക്കുവാൻ യേശു തയ്യാറായില്ല. ആ പാപിനിയായ സ്ത്രീയെ അവർ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നത് ഒന്ന് കാണുക. യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് യേശു തൻ്റെ അമ്മയെ എങ്ങനെ സംബോധന ചെയ്തുവോ അതുപോലെ തന്നെ ഈ സ്ത്രീയെ എന്ന് വിളിക്കുന്നു. അതെ, അവനോടൊപ്പം നട്ടുച്ചയ്ക്ക് നമുക്ക് ആ യാക്കോബിൻ്റെ കിണറ്റിനരികത്തേക്ക് ഒന്ന് പോകാം. ശമരിയക്കാരത്തി സ്ത്രീയുമായുള്ള അവൻ്റെ സംഭാഷണം ശ്രദ്ധിക്കുക. എത്ര ക്ഷമയോടുകൂടിയാണ് അവൻ ആഴമായ സത്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വളരെ സാവധാനത്തിൽ എന്നാൽ വിശ്വസ്തയോടുകൂടി അവളുടെ ആത്മാവിനെ കാർന്നു തിന്നുകൊണ്ടിരുന്ന പാപമാകുന്ന അർബുദത്തെ അവളോട് കർത്താവ് പറയുന്നു. മരണത്തിൻ്റെ വ്യഥയിൽ പോലും വിശ്വാസത്തിൻ്റെ നിലവിളി അവന് കേൾക്കുവാൻ കഴിഞ്ഞു. അതോർക്കുമ്പോൾ ഏതൊരു ഹൃദയവും തകർന്നു പോകും, ഉരുകും. അകലെ യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോൾ പരാക്രമികൾ തടവുകാരിൽ ഏറ്റവും പ്രമാണിയായിരുന്നവനെ വിജയത്തിൻ്റെ അടയാളമായി കൊണ്ടുവന്നിരുന്നു. കള്ളന്മാരിൽ ഒരുത്തൻ്റെ ആത്മാവുമായി സ്വർഗത്തിലേക്ക് മടങ്ങുന്നത് യേശുവിന് മതിയായിരുന്നു. തൻ്റെ വേദന മറന്ന് വേദനിക്കുന്നവരെ ആശ്വസിപ്പിച്ച യേശു, അവനിൽ സമാധാനമുണ്ടായിരുന്നു. അതെ, അവൻ സകലത്തിലും സുന്ദരനാണ്. അവനിൽ സകല സമ്പൂർണതയും ഒത്തുചേർന്നിരിക്കുന്നു. പൂർണ്ണമായ വ്യക്തിത്വത്തിൻ്റെ എല്ലാ വിശേഷതകളും യേശുവിൽ നന്നായി ഇണങ്ങിച്ചേർന്നിരിക്കുന്നു. അവിടുത്തെ സൗമ്യത ഒരിക്കലും ബലഹീനതയായിരുന്നില്ല. അവൻ്റെ ധൈര്യം ഒരിക്കലും മൃഗീയമായിരുന്നില്ല. ഒരിക്കലും അവൻ തൻ്റെ വ്യക്തിത്വത്തിൽ അതിന് ചേരാത്ത വിധം സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. യേശുവിനെ പിടിച്ച രാത്രിയിലും പകലും നടന്ന വിസ്താരവും പ്രകോപനങ്ങളും ശ്രദ്ധിക്കുക. അവിടുന്ന് മഹാപുരോഹിതൻ്റെയും പിലാത്തോസിൻ്റെയും ഹേരോദാവിൻ്റെയും മുൻപാകെ നിൽക്കുന്നത് കാണുക. പരിഹസിക്കുകയും അടിക്കുകയും കുത്തുകയും തുപ്പുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അവൻ്റെ മുഖത്തെ രോമങ്ങൾ അവർ വലിച്ചു പറിച്ചു. അവനെ ഉപദ്രവിക്കാവുന്നതിൻ്റെ പരമാവധി ഉപദ്രവിച്ചു. അവൻ്റെ പുറം
ഉഴവുചാലുകൾ പോലെ അവർ അടിച്ചു കീറി. ശ്രദ്ധിക്കുക, അവിടുത്തെ ആ നൈസർഗികമായ ശ്രേഷ്ഠത നമുക്ക് വെളിപ്പെടുത്തുന്നതായ ഓരോ പ്രവർത്തനവും ഒരിക്കൽ പോലും അവൻ തൻ്റെ മഹത്വത്തിന് ചേരാത്ത വിധം സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തില്ല. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ യേശു കർത്താവിനെക്കുറിച്ച് ഇത്ര ആഴമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അല്ല അവനെ ജീവിതത്തിൽ രക്ഷകനായി അംഗീകരിച്ചിട്ടില്ല എങ്കിൽ അവനെ കുറച്ചുകൂടി ഒന്ന് അനുഗമിക്കുക. പുരുഷാരത്തോടു കൂടെ നഗരവാതിലിന് പുറത്ത് ചെല്ലുക. വലിയ മരക്കുരിശിൽ 2 കൈകളിലും ആണികൾ അടിക്കപ്പെട്ടവനായി അവനെ ദർശിക്കുക. കാരിരുമ്പാണികൾ അവൻ്റെ കൈകാലുകളിൽ അടിച്ച് കയറ്റുന്ന ഭീകരമായ ആ ശബ്ദം ശ്രദ്ധിക്കുക. രക്തം ചീറ്റി ഒഴുകുന്നു. ഏങ്ങലടിക്കുന്ന ജനം പിന്മാറുന്നതും ഏറ്റവും സുന്ദരനും ധൈര്യശാലിയും മനോഹരനുമായവൻ മനുഷ്യനെ തറച്ച ക്രൂശ് ഉയർത്തി പാറയിൽ ഉണ്ടാക്കിയിരുന്ന കുഴിയിലേക്ക് താഴ്ത്തിയിടുന്നതും ഒന്ന് ശ്രദ്ധിക്കുക. താഴെ ഇരുന്നു കൊണ്ട് അവർ അവനെ വീക്ഷിച്ചു. താങ്കളും അവനെ നോക്കുക. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ അപേക്ഷിക്കുന്നതൊന്ന് കേൾക്കുക. അവിടുന്ന് മനോഹരനായ വ്യക്തിയല്ലേ, സുന്ദരനല്ലേ? ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താകുന്നു? എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല എന്ന് പാടിയ ആ വരികൾ എത്ര അർത്ഥവത്താണ്. ശൂലേംകാരത്തിക്കും പാടുവാനുണ്ടായിരുന്നത് അതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഓരോ ദൈവപൈതലിനും എപ്പോഴും പാടുവാൻ കഴിയുന്നത് അത് മാത്രമാണ്. ക്രൂശിന്മേൽ അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു. മാനവവർഗത്തെ മുഴുവൻ അവൻ രക്ഷിക്കുവാൻ അവരുടെ പാപം തൻ്റെ മേൽ വഹിച്ചു. അവൻ മുഖാന്തരം വിശ്വസിക്കുന്ന ഏവരും സകലത്തിലും നീതീകരിക്കപ്പെടുന്നു. ആമേൻ, ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് യേശു പറഞ്ഞു. ഇതാകുന്നു എൻ്റെ പ്രിയൻ, ഇവനത്രേ എൻ്റെ സ്നേഹിതൻ. എൻ്റെ പ്രിയൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവൻ സർവാംഗസുന്ദരനാണ്. അവിടുന്ന് യോസഫിൻ്റെയും മറിയയുടെയും മകൻ മാത്രമായിരുന്നു. കാൽവരിക്കുന്നിൽ പാപികളുടെ വീണ്ടെടുപ്പിനായി ചൊരിയപ്പെട്ട രക്തം അത് വെറും മനുഷ്യരക്തമായിരുന്നു. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് അവനോട് നിങ്ങൾക്ക് പറയാതിരിക്കുവാൻ എന്താണ് തടസ്സമായിരിക്കുന്നത്? അതെ, എത്ര മനോഹരൻ. 6-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് ഒരുമിച്ച് ചിന്തിക്കാം. 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിൻ്റെ പ്രിയൻ എവിടെ പോയിരിക്കുന്നു? നിൻ്റെ പ്രിയൻ ഏതു വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു? ഞങ്ങൾ നിന്നോടുകൂടെ അവനെ അന്വേഷിക്കാം. ഇപ്പോൾ യെരുശലേം പുത്രിമാർ സംശയമില്ലാത്തവരായി തീർന്നിരിക്കുന്നു. അവനെ കണ്ടുപിടിക്കുന്നതിന് അവളോടുകൂടെ പോകുവാൻ അവർ തയ്യാറായി. അവൾ തങ്ങളോട് പറഞ്ഞ ഈ മനുഷ്യനെ കാണുവാൻ യെരുശലേം പുത്രിമാർക്ക് ആഗ്രഹമുണ്ട്. അവൻ വളരെ ശ്രേഷ്ഠനും മനോഹരനുമായിരിക്കണമെന്ന തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നു. അവർക്ക് തന്നെ അവനെ കാണണമെന്ന ആഗ്രഹമുണ്ട്. ഇപ്പോൾ അന്വേഷിക്കുന്നവൻ കണ്ടെത്തുമെന്ന് തിരുവചനം പറയുന്നുണ്ടല്ലോ. തൻ്റെ അടുക്കൽ വരുന്ന ഒരുത്തനെയും താൻ തള്ളിക്കളയുകയില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുമുണ്ട്. 2-3 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 6-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. തോട്ടങ്ങളിൽ മേയ്പ്പാനും താമരപ്പൂക്കളെ പറിപ്പാനും എൻ്റെ പ്രിയൻ തൻ്റെ തോട്ടത്തിൽ സുഗന്ധസസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, അവൻ താമരകളുടെ ഇടയിൽ മേയ്ക്കുന്നു. അവൾ തൻ്റെ പ്രിയനെ കണ്ടെത്തിയിരിക്കുന്നു. എത്ര നിശ്ചയവും എത്രമാത്രം സംതൃപ്തിയും സന്തോഷവുമാണ് അവൾക്കുള്ളത്. ദൈവം യേശുവിൽ സംതൃപ്തനായിരുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ദൈവം പറഞ്ഞു. നമുക്ക് വേണ്ടി ക്രൂശിൽ ക്രിസ്തു നിർവഹിച്ച രക്ഷയുടെ പ്രവൃത്തിയിലും ദൈവം സംതൃപ്തനാണ്. തൻ്റെ പുത്രൻ്റെ അടുത്ത് വരുന്ന ഒരുത്തനും നശിച്ചു പോകുകയില്ല, നിത്യജീവൻ പ്രാപിക്കുമെന്ന് ദൈവം പറയുന്നു. എത്ര നല്ല ആഹ്വാനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇനിയും മണവാട്ടിയിൽ രാജാവിൻ്റെ സന്തോഷമാണ് നാം തുടർന്ന് കാണുന്നത്. 4 മുതൽ 9 വരെയുള്ള ഭാഗം. എൻ്റെ പ്രിയേ, നീ തിർസ പോലെ സൗന്ദര്യമുള്ളവൾ, യെരുശലേമിലെ മനോഹര കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കര. നിൻ്റെ കണ്ണ് എങ്കിൽ നിന്ന് തിരിക്ക, അത് എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. നിൻ്റെ തലമുടി ഗിലെയാദ് മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു.
നിന്റെ പല്ല് കുളിച്ച് കയറി വരുന്ന ആടുകളെപ്പോലെ ഇരിക്കുന്നു. അവയിൽ ഒന്നും മച്ചിയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു. നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിൻ്റെ ഉള്ളിൽ മാതളപ്പഴത്തിൻ്റെ ഖണ്ഡം പോലെ ഇരിക്കുന്നു. 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരുമുണ്ടല്ലോ. എൻ്റെ പ്രാവും എൻ്റെ നിഷ്കളങ്കയും ആയവളോ ഒരുത്തി മാത്രം. അവൾ തൻ്റെ അമ്മയ്ക്ക് ഏകപുത്രിയും തന്നെ പ്രസവിച്ചവൾ കോമനയുമാകുന്നു. കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തും. രാജ്ഞികളും വെപ്പാട്ടികളും കൂടെ അവളെ പുകഴ്ത്തും. എൻ്റെ പ്രിയെ, നീ തിർസ പോലെ സൗന്ദര്യമുള്ളവൾ. തൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ക്ഷമയോടും ദുഃഖത്തോടും കൂടിയ അവളുടെ തീവ്രമായ അന്വേഷണത്തിന് പ്രത്യുത്തരമായി മണവാളൻ പറയുന്ന മനോഹരമായ വാക്കുകളാണ് ഇവിടെ നാം വായിച്ചത്. കനാൻ ദേശത്തെ പുരാതന രാജാക്കന്മാരിൽ ഒരാളുടെ നഗരമായിരുന്നു തിർസ. പിന്നീട് ഇസ്രായേലിലെ രാജാക്കന്മാരുടെ കാലത്തും കുറച്ചുനാൾ ഇത് രാജാവിൻ്റെ ആസ്ഥാന നഗരമായിരുന്നു. ഈ വാക്കിൻ്റെ അർത്ഥം മനോഹരം എന്നാണ്. തിർസ പട്ടണം സ്ഥിതി ചെയ്തിരുന്ന സ്ഥാനം അതുപോലെ നഗരം തന്നെ ഏറ്റവും മനോഹരവും സുന്ദരവുമായിരുന്നിരിക്കണം. തിർസ പോലെ സൗന്ദര്യമുള്ളവർ, ദുഃഖിതയും തകർന്നവളുമായവളെ എത്ര നല്ല രീതിയിലാണ് ഇവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക. താൻ സ്നേഹിക്കുന്നവരെ അവൻ അന്ത്യത്തോളം സ്നേഹിക്കുന്നു. നാം മാറിയാലും അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. 10-ാം വാക്യം കൂടി ഞാനൊന്ന് വായിക്കട്ടെ. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെപ്പോലെ സൗന്ദര്യവും സൂര്യനെപ്പോലെ നിർമ്മലതയും കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളോരിവൾ ആർ. കർത്താവ് സഭയെ മധ്യാകാശത്തിൽ ചേർക്കുന്നത് എപ്രകാരം കാണുന്നു എന്ന ഇത് നമുക്ക് കാണിച്ചു തരുന്നു. നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ചാണ് നാം കർത്താവിൻ്റെ വരവിനെ കാണുന്നത്. ഇത് സ്വാഭാവികമത്രേ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ ഭരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് നാം തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത് അതത്രേ. എന്നാൽ കർത്താവ് തൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അതിനെ വീക്ഷിക്കുന്നു. അവൻ തനിക്കുള്ളവരെ വിളിക്കും. സഭ തൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നിത്യത മുഴുവൻ കാണുവാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാഴ്ച ദൈവദൂതന്മാരുടെ സംഘം അന്ന് കാണും. നമുക്കും ക്രിസ്തുവിനും ഒരുപോലെ ഏറ്റവും സന്തോഷകരമായ അനുഭവമായിരിക്കും അത്. എന്നിട്ട് അവർ സഭയെക്കുറിച്ച് ഇപ്രകാരം പറയും: അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെപ്പോലെ സൗന്ദര്യവും സൂര്യനെപ്പോലെ നിർമ്മലതയും കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളോരിവൾ ആർ. ക്രിസ്തുവും സഭയുമായുള്ള ഈ കൂടിക്കാഴ്ച ഇസ്ഹാക്കിൻ്റെയും റെബേക്കയുടെയും ജീവിതങ്ങളിൽ കൂടി നമുക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇസ്ഹാക്ക് വയലിലിരിക്കുമ്പോൾ അവൻ തലയുയർത്തി നോക്കുകയും ഒട്ടകപ്പുറത്ത് യാത്രക്കാർ വരുന്നത് കാണുകയും ചെയ്തു. അതിൽ ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് റെബേക്ക ആയിരുന്നു യാത്ര ചെയ്തിരുന്നത്. അവൾ ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി തൻ്റെ മണവാളിനെ എതിരേൽപ്പാൻ നടന്നു വന്നു. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളും ഞാനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ പോകുന്ന സമയം അതേക്കുറിച്ചുള്ള എത്ര മഹത്വകരമായ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അവൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തൻ്റെ അടുക്കൽ വരുന്നവരെയെല്ലാം തന്നിലേക്ക് ആകർഷിക്കത്തക്ക വ്യക്തിത്വമാണ് ക്രിസ്തുവിനുള്ളത്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സാധിപ്പിക്കും. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.